ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ്? ഹിയർ, in case of the independent branches, we know in case of independent branches, branch prepares its own books of accounts. Here, an independent branch prepare its own trial balance. Sometimes it may also prepare the trading and profit and loss account and balance sheet. The branch submit a copy of its trial balance to the head office. When the head office receive branch trial balance, it proceeds to incorporate means copy down. It proceeds to incorporate it in its own trial balance in order to show the financial position of the business as a whole. Then the head office should prepare a columnar trading and profit and loss account and a combined balance sheet of the head office and its branches. This process is known as the incorporation of the branch trial balance. That is, here in case of independent branches, branch prepares its own trial balance. Sometimes the branch prepare its trading and profit loss account and a balance sheet. Thereafter, the branch send a copy of its trial balance to head office. Then on receipt of this trial balance from the branch, the head office proceeds to incorporate it in its own trial balance. Okay, അതായത് എന്ത് ചെയ്യുക, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ കേസ് ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ട്രയൽ ബാലൻസും ട്രേഡിംഗ് ആൻഡ് പ്രോഡക്ട്സ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും ബ്രാഞ്ച് സ്വമേധയാ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദെൻ അപ്പോൾ ബ്രാഞ്ച് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി ആർക്ക് അയച്ചു കൊടുക്കും? ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഹെഡ് ഓഫീസിലേക്ക് ഒരു കോപ്പി കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഹെഡ് ഓഫീസ് എന്ത് ചെയ്യണം? അത് ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലേക്ക് എന്ത് ചെയ്യും? ഇൻകോർപ്പറേറ്റ് ചെയ്യും, കോപ്പി ചെയ്യും അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യും? ഹെഡ് ഓഫീസ് ഒരു കോളമിനാർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഒരു കമ്പൈൻഡ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. അതായത് കോളമിനാർ എന്ന് എന്ത് ചെയ്യുക, ട്രേഡിംഗ് എത്ര ബ്രാഞ്ചാണല്ലോ ഓരോ ബ്രാഞ്ചിനും ഓരോ കോളം പ്രൊവൈഡ് ചെയ്യും അല്ലേ. ഓരോ കോളം വൈസ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ ബ്രാഞ്ചിനും ഓരോ കോളം പ്രൊവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു കോളമിനാർ, ഇപ്പോൾ 3 ബ്രാഞ്ചുണ്ടെങ്കിൽ 3 ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിന് 3 കോളം ഉണ്ടാവും. ഓരോ ബ്രാഞ്ചിനും ഓരോ 2 സൈഡിലും 3 കോളം ഉണ്ടാവും, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും 3 കോളം ഉണ്ടാവും. അതുപോലെ ഒരു ടോട്ടൽ കോളവും. അപ്പോൾ ഓരോ ബ്രാഞ്ചിനും ഓരോ കോളം എന്ന രീതി എന്ത് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഡക്ട്സ് അക്കൗണ്ട് ചെയ്യും. അതുപോലെ ഒരു കമ്പൈൻഡ് ബാലൻസ് ഷീറ്റ് ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യും. ദെൻ ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് ക്യാൻ ബി ഡിവൈഡ് ഇൻ 2 പാർട്സ്. ബ്രാഞ്ച് ട്രയൽ ബാലൻസ് 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് P&L അക്കൗണ്ടുമായി ബന്ധപ്പെട്ടത്, ഒന്ന് ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അതിനിങ്ങനെയാണ്: ഒന്ന് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ്, രണ്ടാമത്തേത് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച്, ഫസ്റ്റ് കേസ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ്, രണ്ടാമത്തേത് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ഓക്കെ, ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രോഫിറ്റ്, അതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഡക്ട്സ് അക്കൗണ്ട് ബന്ധപ്പെട്ടത്, ഒന്ന് ബാലൻസ് ഷീറ്റ് ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ പറയുക? ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ്, രണ്ടാമത്തേത് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ കേസ് എടുക്കുക, ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ്. ഓക്കെ, ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യുക, ബ്രാഞ്ച് പ്രോഫിറ്റ് അവിടെ 2 മെത്തേഡ് ഉണ്ട്. ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ്, ഇൻകോർപ്പറേഷൻ്റെ 2 എൻട്രീസ് 2 രീതിയിലുണ്ട്. 2 മെത്തേഡ് ഉണ്ട് ഇവിടെ. ഒന്ന് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും അതുപോലെ അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് അതുപോലെ തന്നെ അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് കേസ് വരുന്നത് ഇൻകോർപ്പറേഷൻ ബ്രാഞ്ച് പ്രോഫിറ്റാണ്. ഇൻകോർപ്പറേഷൻ ബ്രാഞ്ച് പ്രോഫിറ്റിന് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് അല്ലെങ്കിൽ അബ്രിഡ്ജ്, ഒറ്റ എൻട്രി മാത്രം എഴുതിയിട്ടുള്ളതുണ്ട്, അതിന് അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുക. നമ്മളുണ്ടാകും പറയും ഒറ്റ എൻട്രി ഉള്ളൂ അവിടെ. അപ്പോൾ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് നോക്കുക. ഹിയർ അണ്ടർ ദിസ് മെത്തേഡ് എ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് ദി ബ്രാഞ്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ദി ഹെഡ് ഓഫീസ് അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഇൻ ഓർഡർ ടു ഇൻകോർപ്പറേറ്റ് ഓൾ റവന്യൂ ട്രാൻസാക്ഷൻസ് ഓഫ് ദി ബ്രാഞ്ച്. ദെൻ ദ റിക്വയർഡ് എൻട്രീസ് ആർ. അപ്പോൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും അല്ലേ. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഹെഡ് ഓഫീസ് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ പിന്നെ ഇൻകോർപ്പറേഷൻ എൻട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇൻകോർപ്പറേഷൻ ബ്രാഞ്ച് ട്രയൽ ബാലൻസ്, ഇൻകോർപ്പറേഷൻ ബ്രാഞ്ച് പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഓക്കെ,
ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുക, രണ്ടാമത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിന് രണ്ട് സൈഡുണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഓക്കെ, ആ രീതിയിൽ ഓർമ്മിച്ചാൽ മതി. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ഏത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. P&L അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ 6 എൻട്രീസാണ് ഇതിൽ വരിക. ഓക്കെ, 6 എൻട്രീസാണ് വരിക. അതൊന്നുകൂടെ ഓർമ്മിക്കാതെ, ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്, ഓക്കെ, ഡെബിറ്റ് സൈഡ് ഐറ്റംസ്. 2 ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഐറ്റം. ഓക്കെ, ഇനി ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ചെയ്യുമ്പോൾ ഏത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ മൂന്നാമത്തെ എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടിലെ ഗ്രോസ് പ്രോഫിറ്റ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മൂന്നാമത്തെ എൻട്രി. ദെൻ നാലാമത്തെ എൻട്രി വരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഐറ്റംസ്. അഞ്ചാമത്തെ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ്. ലാസ്റ്റ് ആറാമത്തെ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഓക്കെ, അതായത് ഇൻകോർപ്പറേഷൻ എൻട്രീസ് സെപ്പറേറ്റ് തിയറി ആയിട്ട് മാത്രം ചോദിക്കുക കേട്ടോ. എൻട്രീസ് മാത്രം പരീക്ഷ ചോദിക്കാറുണ്ട്, ഈ എൻട്രീസ് മാത്രം ഇങ്ങനെ തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി ഇൻകോർപ്പറേഷൻ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദി ഹെഡ് ഓഫീസ് എന്ന് ഒരു എക്സാമിന് ചോദിക്കാറുണ്ട്, തിയറി ആയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എൻട്രി നോക്കുക. ഇൻകോർപ്പറേറ്റിംഗ് ദ ഐറ്റംസ് യൂഷ്വലി അപ്പിയറിംഗ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഐറ്റംസ് നമുക്കറിയാം. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് വരിക നമുക്കറിയാം. ഏതൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ലെസ് റിട്ടേൺ, ദെൻ ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, അല്ലെ, ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഗുഡ്സിന് ഏതിന് നിൽക്കില്ല? പർച്ചേസിന് നിൽക്കില്ല. ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, ദെൻ വേജസ്, ദെൻ ക്യാരേജ് ഇൻവേർഡ്. അങ്ങനെ ഐറ്റംസ് ആണ് എന്ത് ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ്. അപ്പോൾ അതിൻ്റെ എൻട്രീസ് എങ്ങനെ വരിക? അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് വരുമ്പോൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്കാണ് ഐറ്റം വരേണ്ടത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ടു ബ്രാഞ്ച് അക്കൗണ്ട് ഏതാണോ ബ്രാഞ്ച്, ഏതാ കണ്ണൂർ ബ്രാഞ്ച് കണ്ണൂർ ബ്രാഞ്ച്, കാലിക്കറ്റ് ആണ് കാലിക്കറ്റ് ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഐറ്റം അത് ടോട്ടൽ ചെയ്തിട്ട് എഴുതുക. ബ്രാഞ്ച് എത്ര ഈ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, വേജസ്, ക്യാരേജ് ഇൻവേർഡ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക? അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എഴുതിയാൽ മതി. ഓക്കെ, അതിനുശേഷം നരേഷൻ കൊടുക്കുമ്പോൾ എഴുതുക ഇൻകോർപ്പറേറ്റിംഗ് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഐറ്റംസ്, ഡെബിറ്റ് സൈഡ് ഐറ്റംസ് പർച്ചേസ് ഇത്ര, അല്ലേ, അതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇത്ര, ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ഇത്ര, വേജസ് ഇത്ര നരേഷനിൽ കൊടുക്കുക. ഇത്രയും ഒരു എമൗണ്ട് നരേഷനിൽ കൊടുക്കും. ടോട്ടൽ എമൗണ്ടാണ് നമ്മൾ എഴുതുക. ദെൻ രണ്ടാമത്തെ എന്താണ്? അല്ല, ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഐറ്റം, ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ഐറ്റം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് എൻട്രി എന്താ വരിക? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് നമുക്കറിയാം ഏതൊക്കെയാണ്? സെയിൽസ്, അല്ലേ, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇവിടെ സെയിൽസ് ലെസ് റിട്ടേൺ ആണ്. സെയിൽസ് ലെസ് ഡിപ്രീസിയേഷൻ എന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതല്ല, സെയിൽസ് ലെസ് റിട്ടേൺ, ക്ലോസിംഗ് സ്റ്റോക്ക് എക്സെട്ര. ഓക്കെ, ഡിപ്രീസിയേഷൻ ടൈപ്പ് മിസ്റ്റേക്കാണ്. സെയിൽസ് ലെസ് റിട്ടേൺ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് അറിയാം, നിങ്ങൾക്ക് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻട്രി എന്താ വരിക? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നരേഷനായിട്ട് നമ്മളിങ്ങനെ കൊടുക്കും, അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട് സെയിൽസ് ലെസ് റിട്ടേൺ ₹50,000 ആണ്. 50,000 ക്ലോസിംഗ് സ്റ്റോക്ക് 5,000 ഇൻകോർപ്പറേറ്റഡ് എന്നാണ് നരേഷൻ കൊടുക്കുക. ഓക്കെ, ആ എമൗണ്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എഴുതാം. ഇനി മൂന്നാമത്തേത്, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഐറ്റമായി ക്രെഡിറ്റ് സൈഡ് ഐറ്റംസായി. ദെൻ നെക്സ്റ്റ് എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട്, അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട് റിസൾട്ട് സാധാരണ നമ്മളൊരു പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നു വിചാരിക്കുക. പ്രോഫിറ്റാണ് ഇത്, ട്രാൻസ്ഫർ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്. എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് വരിക. അപ്പം ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. എൻട്രി ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ലോസ് ആണെങ്കിൽ നേരെ തിരിച്ച് വരും കേട്ടോ. ലോസ് ആണെങ്കിൽ നേരെ തിരിച്ച് വരും. ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് എന്ന രീതിയിലാണ് എൻട്രി പറയുന്നത്. ഇനി അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് P&L അക്കൗണ്ടിലേക്ക് പോകാം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് പോകാം. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ്. അപ്പോൾ നാലാമത്തെ എൻട്രി ഇൻകോർപ്പറേറ്റിംഗ് ഐറ്റംസ് ദാറ്റ് അപ്പിയറിംഗ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്, അല്ലേ. ഓൾ ഐറ്റം ഓഫ് എക്സ്പെൻസസ് P&L അക്കൗണ്ട് നമുക്കറിയാം, അല്ലേ. ഓൾ റവന്യൂ എക്സ്പെൻസ് ആണ് ഇവിടെ വരുന്നത്, P&L അക്കൗണ്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് ഐറ്റംസ് വെച്ച് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്.
ഇനി ക്രെഡിറ്റ് സൈഡ് ഐറ്റം എൻട്രി എന്ത് വരും? നേരെ തിരിച്ച് അല്ലേ, ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ട്, ഓൾ റവന്യൂ ഇൻകംസ്. ഓക്കെ, ഇനി അപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ട് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ലാസ്റ്റ് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലേ, നെറ്റ് പ്രോഫിറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റും ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും അല്ലേ. ഹെഡ് ഓഫീസിൻ്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പോൾ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ലോസ് ആണെങ്കിൽ നേരെ തിരിച്ച് വരും അല്ലേ, ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 6 എൻട്രീസ്. ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്, ദെൻ ട്രേഡിംഗ് അക്കൗണ്ടിലെ ഗ്രോസ് പ്രോഫിറ്റ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇനി 4മത്തേത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലോസ് ആണെങ്കിലും ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് മാറണം. ഓക്കെ, അപ്പോൾ എൻട്രീസ് ഈ 6 എൻട്രീസ് ആണെന്ന് പറയുക ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് അല്ലെ, ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റിൽ വരിക. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് ഉണ്ട്. അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു മെമ്മോറാണ്ടം ട്രേഡിംഗ് ആൻഡ് പ്രോഡക്ട്സ് അക്കൗണ്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് മാത്രം ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് മാറ്റും. ഒറ്റ എൻട്രി ഉണ്ടാവുള്ളൂ. ഏത്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് ആണെങ്കിൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ഇൻകോർപ്പറേഷൻ ഒറ്റ എൻട്രിയേ ഉള്ളൂ. ഏതാണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ലോസ് ആണ് നേരെ ഓപ്പോസിറ്റ് എൻട്രി. അത് ഓർമ്മിച്ച് വെക്കുക. ചിലപ്പോൾ ചോദിക്കും പിന്നെ അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് പ്രകാരമുള്ള ഇൻകോർപ്പറേഷൻ എൻട്രി എന്താണ്? പ്രോഫിറ്റിൻ്റെ ഇൻകോർപ്പറേഷൻ എൻട്രി എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അതാണ് എന്ത് ചെയ്യുക? ഫസ്റ്റ് കേസ് പറയുന്നത് ഇതാ ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു ഇൻകോർപ്പറേഷൻ 2 എണ്ണം ഉണ്ട്. ഒന്ന് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റും അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ ഓഫ് ദി ബ്രാഞ്ച് അസറ്റ് ആൻഡ് ലയബിലിറ്റീസും. അപ്പോൾ ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് എന്താ പറയുക? ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബന്ധപ്പെട്ടത്. ഇനി രണ്ടാമത്തേതാണ് ബാലൻസ് ഷീറ്റ് ബന്ധപ്പെട്ട്. ബാലൻസ് ഷീറ്റ് വരുന്ന ഐറ്റംസ് നമുക്കറിയാമല്ലോ. ഏതാണ്? അസറ്റും ലാബിലിറ്റീസും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്ര എൻട്രി ഉണ്ടാവുള്ളൂ? 2 എൻട്രി ഉണ്ടാവുള്ളൂ. ഒന്ന് അസറ്റിനും ഒന്ന് ലാബിലിറ്റിക്കും. ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അസറ്റ് ആൻഡ് ലാബിലിറ്റിക്ക് വരുന്ന എൻട്രീസ് നോക്കാം. ഫസ്റ്റ് അസറ്റിൻ്റെ എൻട്രി നോക്കാം. ഓക്കെ, അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എൻട്രി എന്താണ്? അസറ്റ് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അസറ്റ് അക്കൗണ്ട് ഇപ്പം ഡെബിറ്റ് ചെയ്യുക, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. എൻട്രി എന്താ വരിക? ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഇൻകോർപ്പറേഷൻ എൻട്രി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണ്? ഓരോ ഐറ്റംസും ഓരോ അസറ്റും സെപ്പറേറ്റ് എഴുതണം അല്ലേ. ബ്രാഞ്ച് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ, ബ്രാഞ്ച് മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, ഓരോ അസറ്റ് എന്ത് ചെയ്യണം? ഇൻഡിവിജ്വലായിട്ട് എഴുതണം. ദെൻ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ഇനി ലാബിലിറ്റിയോ? രണ്ടാമത്തേത് ഫോർ ബ്രാഞ്ച് ലാബിലിറ്റീസ്. ലാബിലിറ്റി ആകുമ്പോൾ ലാബിലിറ്റി ക്രെഡിറ്റ് ചെയ്യണം, അറിയാമല്ലോ. ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബ്രാഞ്ച് ലാബിലിറ്റീസ് അക്കൗണ്ട്. അപ്പോൾ ബ്രാഞ്ച് ലാബിലിറ്റീസ് ഏതൊക്കെയാണോ ലാബിലിറ്റീസ് ഉള്ളൂ അത് ഇൻഡിവിജ്വലായിട്ട് എഴുതണം അല്ലേ. ടു ബ്രാഞ്ച് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ടു ബ്രാഞ്ച് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ടു ബ്രാഞ്ച് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഓക്കെ, ഏതാണോ ബ്രാഞ്ച് ലാബിലിറ്റീസ് ഉള്ളത് ലാബിലിറ്റീസ് എന്ത് ചെയ്യുക? ഓരോ ലാബിലിറ്റീസും ക്രെഡിറ്റ് ചെയ്യുക. അതാണ് 2 എൻട്രീസ്. ഏത്? ഒന്ന് അസറ്റിനും ഒന്ന് ലാബിലിറ്റീസിനും. ഓക്കെ, അങ്ങനെ ടോട്ടൽ 8 എൻട്രീസാണ് വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 കേസാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റും ഉണ്ട്, ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് അസറ്റ് ആൻഡ് ലാബിലിറ്റീസും. അപ്പോൾ ആദ്യത്തെ കേസിൽ 6 എൻട്രി. അതുപോലെ തന്നെ അവിടെ ഒരു അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും ഉണ്ട്. ഓക്കെ, രണ്ടാമത്തേന് 2 എൻട്രി, ഒന്ന് അസറ്റിനും ഒന്ന് ലാബിലിറ്റീസിനും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻകോർപ്പറേഷൻ എൻട്രീസ് എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് അക്കൗണ്ട് ഇവിടെ ക്യാൻസൽ ആവും? ബ്രാഞ്ച് അക്കൗണ്ട്. ആഫ്റ്റർ ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ദി ഐറ്റംസ് ഇൻ ദ ട്രയൽ ബാലൻസ് then the branch account prepared by the head office is automatically cancelled. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ഇൻകോർപ്പറേഷൻ ചെയ്ത് നടത്തി കഴിയുമ്പോൾ ഹെഡ് ഓഫീസ് ബുക്സിലേക്ക് എഴുതി കഴിയുമ്പോൾ ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി? എല്ലാ ഐറ്റംസും മാറി അല്ലേ. നമുക്കറിയാം ഇവിടെ എല്ലാ ഐറ്റം ഒരു പിന്നെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ആവുന്നുകൊണ്ടിരുന്നത് അല്ലേ. ഓട്ടോമാറ്റിക്കായിട്ട് ബ്രാഞ്ച് അക്കൗണ്ട് ഇവിടെ എന്ത് ചെയ്യും? ക്യാൻസൽ. ബ്രാഞ്ച് അക്കൗണ്ട് ഐറ്റംസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ ഇത്ര ദീസ് ആർ ദി ഇൻകോർപ്പറേഷൻ എൻട്രീസ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് പഠിക്കുക.